ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ. ഇത് കാണുക മാത്രമല്ല, സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം. കാണണം, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. എന്നാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് നടുവിരലിൻ്റെ കഥ പറയാം. മിഡിൽ ഫിംഗർ ടെസ്റ്റ് എല്ലാവർക്കും അറിയാം. മിക്ക ആൾക്കാരും ഇപ്പോൾ ദേഷ്യം വന്ന ഒന്നിന്, അതായത് ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നടുവിൽ നോക്കി കാണിക്കുന്ന കുറേ പേരുണ്ട്. ക്ലാസ്സിലായാലും പുറത്തായാലും ജോലി സ്ഥലത്തായാലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പം കാണിക്കുന്ന ഒരു സംഭവമാണ് നടുവിരൽ. അതിൻ്റെ ഒരു കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത്, ഇവിടെ ഫ്രാൻസ് മറ്റൊരു ആൾക്കാർ ഇവർ തമ്മിൽ യുദ്ധം നടക്കും. അപ്പോൾ ഈ രാജാവിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ നടുവിരൽ വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് പുള്ളി ചെയ്യാറ്. അതാകുമ്പോൾ എന്ത് പറ്റും, അമ്പ് ചെയ്യാൻ പറ്റില്ല. അമ്പ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം ഇങ്ങനെ. അപ്പോൾ നടുവിരലുണ്ടെങ്കിൽ അമ്പ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് പുള്ളി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിന് ഇവർ ജയിക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കോട്ടയുടെ മുന്നിൽ പോയി നിന്നിട്ട് നടുവിരലങ്ങ് പൊക്കി കാണിക്കുകയാണ്. സംഭവത്തിലുള്ളൂ, ഞങ്ങൾക്ക് നടുവിരലുണ്ട്, നീ എന്ത് ചെയ്യും, ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ധൈര്യത്തോടെ കാണിച്ചിരുന്നതാണ് ഈ നടുവിരൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ പറയുന്നു, ചില ആൾക്കാരുടെ ഒരു ആണത്തം തെളിയിക്കാൻ, എക്സ്പ്രഷൻസ് തെളിയിക്കാൻ വേണ്ടിയാണ് നടുവിരൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ രാജാക്ക് തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകുമ്പോഴൊക്കെ നടുവിരൽ പൊക്കി കാണിക്കും. ഏത് ആണത്തോളം നടുവിരലുണ്ട്, ഞാൻ പൊക്കി കാണിക്കും, നീ എന്നെ എന്ത് ചെയ്യും എന്നൊരു മൈൻഡ് സെറ്റിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റോമൻകാരുടെ വിശ്വാസം അനുസരിച്ച് അവിടുത്തെ രാജാവും രാജ്ഞിയൊക്കെ ഈ ശത്രുക്കളെ കൊണ്ട് കിസ് ചെയ്യിപ്പിക്കും നടുവിരൽ. കാരണം അത്രേ വില നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്ന രീതിയിൽ കാണിക്കാൻ. അതായത് അവിടെ ഒരു ബാഡ് തോട്ട് തന്നെയാണ്. അവിടെ നിന്നാണ് ഈ സത്യം പറഞ്ഞാൽ റോമിൽ നിന്നാണ് ഇങ്ങനൊരു സംഭവം വന്നത്. അതായത് അവളുടെ ഒരു ബാഡ് തോട്ടായിരുന്നു, കിസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വില നിങ്ങൾക്കുള്ളൂ, അതെ അത്ര വില നിങ്ങൾക്ക് ഞാൻ കൽപ്പിക്കുന്നുള്ളൂ എന്ന് പറയില്ല. നമ്മൾ സിമ്പിളായിട്ടൊരു കാണിക്കുന്നു, നടുവിൽ കിസ് ചെയ്യുക, അത്ര ഒരു ഉദ്ദേശമുള്ളൂ. പുച്ഛമായ വിലയാണ് അങ്ങനെ. പിന്നെ അതെല്ലാവരും അത് പിന്നെ ഓരോരുത്തരും കാണുന്നത് പുച്ഛമായ വിലയാണ്, എനിക്കൊരു പുച്ഛമായ തന്നെ വിലയാണെന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വന്ന് തന്നെ പല പല അർത്ഥങ്ങളായി, പല പല സംഭവങ്ങളൊക്കെ ആയി, വലിയൊരു തെറിയായി. ബേസിൽ പറയുകയാണെങ്കിൽ പുച്ഛം, വിലയില്ലായ്മ തന്നെയാണ്. ജസ്റ്റ് ഒരു കഥ മാത്രമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.